കണ്ടിട്ടുണ്ട്. വെൽക്കം ടു എൻ റൂട്ട് എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിലെ ബോർഡർ ഹൈക്കിംഗ് പ്രോഗ്രാമാണ്. നമ്മൾ രണ്ടാമത്തെ തവണയാണ് ബോർഡർ ഹൈക്കിംഗ് പ്രോഗ്രാം എടുക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ 2023 ബോർഡർ ഹൈക്കിംഗ് എടുത്തിരുന്നു. തൊണ്ടിയാർ ബോർഡർ ഹൈക്കിംഗ് ആയിരുന്നു. നമുക്കൊരുപാട് ആനിമൽ സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്രാവശ്യം എടുക്കുന്ന തൊണ്ടിയാർ ബോർഡർ ഹൈക്കിംഗ് തന്നെയാണ്. ഇതുകൂടാതെ ബ്രാൻഡിപ്പാറ എന്ന് പറയുന്നൊരു ഹൈക്കിംഗ് ഏരിയയും കൂടെ ഉണ്ട്. പക്ഷേ നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല, സ്ലോട്ടെല്ലാം ഫില്ലായി പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് 8 മണിയോടുകൂടി തേക്കടിയിലുള്ള പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് എത്തേണ്ടതാണ്. നമ്മുടെ തേക്കടിയിലുള്ള ഏത് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും, എക്കോ ടൂറിസം പ്രോഗ്രാം ഏതെടുത്തു കഴിഞ്ഞാലും നമ്മൾ സാധാരണ ഒരു 1/4 മണിക്കൂർ മുന്നേ ഇവിടെ എത്താറുണ്ട്. ഇവിടെ വന്നിരുന്ന് കുറച്ച് റിലാക്സ് ചെയ്ത് ആ ഫ്രഷ് എയറൊക്കെ ആശ്വസിച്ച് നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ട്രക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ട്രക്ക്, അതായത് തൊണ്ടിയാർ ബോർഡർ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പാർക്കിങ്ങിനോട് ചേർന്നുള്ള ബാംബു ഗ്രൂസ് എന്ന് പറയുന്ന കോട്ടേജ് ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഓഫീസിൽ നിന്നാണ്. ഇവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഇവിടെ നിന്നാണ് ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത്. ഇവിടെ ഏതാണ്ട് 4 പ്രോഗ്രാമുകളുടെ എൻട്രൻസ് ഇവിടെ തന്നെയാണ്. അപ്പം അതിനകത്ത് നമ്മൾ തൊണ്ടിയാർ ബോർഡർ ഹൈക്കിംഗ് 2 തവണ എടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ വാക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടപ്പാളയം വാച്ച് ടവർ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ആപ്പിൾ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് അതുപോലെ ലീറ്റ് സോക്സ് കാര്യങ്ങളൊക്കെ തന്ന് നമ്മൾ പതിയെ ട്രക്കിന് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 8:15 നമ്മൾ അവിടുന്ന് ഇറങ്ങി. ആദ്യം നമ്മൾ കയറിയത് മന്നാകുടി എന്ന് പറയുന്ന ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റാണ്. അതിനകത്തൂടെയാണ് നമ്മൾ ഈ ബോർഡർ ഹൈക്കിംഗ് പ്രോഗ്രാമിൻ്റെ ആ ഒരു എൻട്രൻസ്. കുറച്ച് ഏകദേശം 1 കിലോമീറ്റർ അതിനുള്ളിലൂടെ നടന്നതിന് ശേഷമാണ് നമ്മുടെ കാടിനുള്ളിലേക്ക് കയറുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിലും ആനിമൽസൊക്കെ വരുന്ന ഏരിയ ആണെന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ ടീമിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും അതുപോലെ തന്നെ 2 കനേഡിയൻ സ്ത്രീകളുണ്ടായിരുന്നു. ഒപ്പം 2 വാച്ചർമാർ, സുമേഷ്, പ്രവീൺ എന്ന് പറയുന്ന 2 പേര്. ഒപ്പം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള സായികുമാർ എന്ന് പറയുന്നൊരു സാറുണ്ടായിരുന്നു. അപ്പം ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത്. നമ്മളെന്തായാലും ആ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റൊക്കെ വിട്ട് നമ്മൾ പതിയെ കാടിനുള്ളിലേക്ക് കയറുകയാണ്. ഒരുപാട് സൈറ്റിങ് കിട്ടിയ, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കിട്ടിയ നല്ലൊരു ബോർഡർ ഹൈക്കിംഗ് പ്രോഗ്രാം ആയിരുന്നു ഇത്. നമ്മൾ പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിനൊപ്പം തന്നെ പറയുന്നതാണ്. ഏപ്രിൽ മാസമാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഫോറസ്റ്റൊക്കെ ഡ്രൈ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രീനറിയോടുകൂടിയാണ് നമ്മുടെ കാടൊക്കെ നിൽക്കുന്നത്. അപ്പം നല്ല രീതിയിൽ സൈറ്റിങ്ങിന് സാധ്യതയുള്ളൊരു പ്രോഗ്രാം കൂടിയാണ് തൊണ്ടിയാർ. എന്തായാലും നമ്മൾ നല്ല എക്സൈറ്റ്മെൻറ്റോടുകൂടി മുന്നോട്ട് നടക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ഒരുപാട് പക്ഷികളുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കും. കാട്ടുപോത്ത് നല്ല രീതിയിൽ ചവിട്ടി കുഴച്ചിട്ടേക്കുന്ന ഒരു ഏരിയ ആണ്. രാത്രിയിൽ വന്നതെന്നാണ് അവർ പറഞ്ഞത്. നന്ദിയാറോട്ടാണോ പാലയാണോ? ഓഹോ, പഴയ ഇക്ഷിയുടെ ആവാസം. നമ്മളങ്ങനെ നടന്ന് വന്നുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. ചിറകടിക്കുന്ന സൗണ്ടായിരുന്നു. അത് ഈഗിളാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഔളായിരുന്നു. ബ്രൗൺ ഫിഷർ ഔൾ എന്ന് പറയുന്ന സംഭവമായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ബൈനോക്കുലർ ഉള്ളതുകൊണ്ട് അതിനകത്തോടെ നമ്മൾ കുറേ നേരം നോക്കി. കുറച്ച് ദൂരെയാണ്, പക്ഷേ നല്ല രീതിയിൽ അതിനെ കാണാമായിരുന്നു. ബൈനോക്കുലറിൻ്റെ അതോടെ അത്യാവശ്യം നല്ല സൈസുള്ളതായിരുന്നു. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സൈറ്റിങ്. ബ്രൗൺ ഫിഷ് ആവുള്ള സാറേ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഈ വേടാമലിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ നമ്മളത് വീണ്ടും നമ്മുടെ ബൈനോക്കുലർ വെച്ച് നോക്കി. അതും കുറച്ച് ദൂരെയാണ്, കുറച്ച് ലോങ് സൈറ്റാണ് ഈ സംഭവങ്ങളെല്ലാം കാണുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ബൈനോക്കുലറിലൂടെ കിട്ടി. നമ്മുടെ ക്യാമറയിൽ അതിനെ കിട്ടിയിട്ടില്ല. നമ്മുടെ ഒപ്പമുള്ള ഗൈഡുമാർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത്, നമ്മളെ കെയർ ചെയ്ത് ഓരോ കാഴ്ചകൾ നമ്മളെ കാണിച്ചു തന്നാണ് കൊണ്ടുവന്നത്. അത് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവാണ്. എന്തായാലും നമ്മൾ അതെല്ലാം കണ്ടിട്ട് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയോടുകൂടിയുള്ള ഒരു ഏരിയ ആയിരുന്നു. മുന്നോട്ട് പോയപ്പോഴത്തേനും ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാലുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയങ്ങളിലൊക്കെ വേനലിൻ്റെ ഒരു കാഠിന്യം നല്ല രീതിയിലുള്ളതുകൊണ്ട് അവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഈ സാധനം കിട്ടി നന്നായി കേട്ടോ. കാല് മൊത്തം
നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ട് ഷോർട്സ് ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പം കാട്ടിലൊക്കെ പോകുന്ന ടൈമിൽ മാക്സിമം പാൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ. ചെറിയ ചെറിയ മുള്ളുകൾ കാര്യങ്ങളൊക്കെ കൊള്ളാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ ലീച്ച് സോക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പം ലീച്ചിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫുൾ കവർ ചെയ്ത് ഉള്ള ഡ്രസ്സുകളാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ടീമിലുണ്ടായിരുന്ന കനേഡിയൻ ലേഡീസ് നല്ല സ്പീഡിൽ നടക്കുന്ന ആൾക്കാരാണ്. അവർ നമുക്ക് മുന്നേ അവർ കുറച്ച് ദൂരം പിന്നിട്ടായിരുന്നു. നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടെല്ലാം കണ്ടു കേട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ബേഡ് ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മലയണ്ണാന, കുരങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദൂരെയാണെങ്കിലും ആനിമൽസിനെ കാണാൻ പറ്റുന്നൊരു ഏരിയ ആയിരുന്നു. അവിടെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നിന്നു. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിലെ ഏറ്റവും നല്ല പ്രോഗ്രാമുകളിലൊന്നാണ് ബോർഡർ ഹൈക്കിംഗ് പ്രോഗ്രാം. എക്കോ ടൂറിസം പ്രോഗ്രാമുകളിൽ ബോർഡർ ഹൈക്കിംഗ് മാത്രമല്ല, ടൈഗർ ട്രെയിലുണ്ട്, നേച്ചർ വാക്ക്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്യാമ്പിങ്, വാച്ച് ടവർ, അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. 400 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള പാക്കേജുകൾ ഇവിടെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ബോർഡർ ഹൈക്കിംഗ് ആണ്. ഇതിന് വന്നേക്കുന്ന എമൗണ്ട് 2000 റുപ്പീസാണ് പെർ ഹെഡ് റേറ്റ് വരുന്നത്. അതിനകത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, അതുപോലെ ലഞ്ച് ഉണ്ടാവും, പിന്നെ ഈ ബോർഡർ ഹൈക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഏകദേശം 15-16 കിലോമീറ്ററോളം നമ്മൾ ഇതിലൂടെ നടക്കുന്നുണ്ട്. നമ്മളങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മുടെ അടുത്ത സൈറ്റിങ്. അവിടെ ഒരു സാമ്പാടിയർ നിപ്പുണ്ട്. പക്ഷേ നമുക്ക് ശരിക്കും അതിനെ കാണാൻ പറ്റുന്നില്ല, ഈ ഇലയുടെയൊക്കെ മറവ് കാരണം. ബൈനോക്കുലറിലൂടെ നോക്കി. സാധാരണ നമുക്ക് സാമ്പാടിയറിനെ പലപ്പോഴും മിസ്സാവുന്നൊരു സാധനമാണ് നമ്മുടെ ട്രക്കിങ്ങിനിടയിൽ. നമുക്ക് കഴിഞ്ഞ ജംഗിൾ ക്യാമ്പിന് പോയപ്പോഴാണ് ആകെ കിട്ടിയേക്കുന്നത്. നമ്മുടെ പെരിയാർ വന്നിട്ട് സാമ്പാടിയറിനെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും നമ്മളതൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവാണ്. അപ്പോഴത്തേക്കുമാണ് കാടൊക്കെ ഏകദേശം നല്ല രീതിയിൽ ഇളകുന്ന സൗണ്ട് കേട്ടത്. സൗണ്ട് കേട്ട് നോക്കിയപ്പോഴത്തേനും നമ്മുടെ കാട്ടി നിൽപ്പുണ്ട്. കാട്ടുപോത്തല്ല, കാട്ടിയാണ്. കാട്ടി എന്ന് പറഞ്ഞാൽ പശുവർഗത്തിൽപ്പെട്ട ആനിമലാണ്. അതേസമയം കാട്ടുപോത്ത് നമ്മൾ പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാട്ടുപോത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിലില്ല. ഇത് വൈൽഡ് ഗൗറാണ്. കാട്ടുപോത്ത് വൈൽഡ് ബൈസണാണ്. അപ്പോൾ നമ്മൾ ഈ ഗൗറിനെ കുറേ നേരം നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടമുണ്ട് അവിടെ തന്നെ. അതിൻ്റെ ഒരു ചെറിയ കിടാവ് സൈഡിൽ കൂടെ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ഏതായാലും നമ്മളതിനെ കുറേ നേരം വാച്ച് നിന്നു. നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്ന സ്പോട്ടിൽ തന്നെയാണ്, അല്ല വഴിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഗൗർ നിന്നേക്കുന്നത്. അപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞു പോയി നോക്കിയിട്ട് വരാം, അപ്പം സേഫായിട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ ഗൈഡ് പോയി നോക്കി അവിടെ കുഴപ്പമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സഡൻ റിയാക്ഷൻ ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് സേഫായിട്ട് മാത്രമേ നമ്മളെ ഈ ഗൈഡുമാർ അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത സൈറ്റിലേക്കും കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തായാലും നല്ല ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ കയറിയപ്പോൾ തന്നെ കുറേ സൈറ്റിങ്ങുകൾ കണ്ടു. അപ്പം നമ്മൾ ആദ്യം കണ്ട ഔൾ എന്നൊക്കെ പറഞ്ഞാൽ രാത്രി ടൈമിൽ മാത്രം കാണുന്നതെന്നാണ് നമ്മുടെ ഗൈഡുമാരൊക്കെ പറഞ്ഞത്. എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ആനയുടെ പ്രസൻസ് ഉള്ള ഏരിയ ആണ്. കാരണം മുളയും ഇല്ലിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. പക്ഷെ നമ്മളെന്തായാലും ആനേനെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഭയങ്കരമായിട്ട് ചീഞ്ഞ സ്മെല്ല്, അഴുകിയ സ്മെല്ല് വരാൻ തുടങ്ങിയത്. അപ്പം എല്ലാവരും ഒന്ന് സൈലൻ്റായി. നമ്മുടെ ഗൈഡുമാർ പറഞ്ഞു ടൈഗറിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തു. ഒന്ന് സൈലൻ്റായിട്ട് നിൽക്കാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചുറ്റും ഒരുപാട് ഈച്ചയുടെ സൗണ്ടുകൾ, ഈച്ച പറക്കുന്നതിൻ്റെ സൗണ്ടുകളും ഭയങ്കര നല്ല രീതിയിൽ കേൾക്കാമായിരുന്നു. നല്ല ശക്തമായിട്ട് തന്നെ കേൾക്കാമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ജീവിനെ പിടിച്ചിട്ടിട്ട് അതിൻ്റെ ഒരു സാധ്യത, കടുവയുടെ ഒരു സാധ്യത ഉണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ വൈൽഡ് ഡോഗിൻ്റെ ഒരു സാധ്യത ഉണ്ടെന്നുള്ള കാര്യം അവരിങ്ങനെ പറഞ്ഞു. എന്തായാലും കുറച്ച് നേരം സൈലൻ്റായിട്ട് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ സൈലൻ്റായിട്ട് ഇങ്ങനെ അവിടെ കുറേ നേരം നിന്നു, എന്താണ് എവിടെയാണെന്നറിയാൻ വേണ്ടി. ഞങ്ങളെ സേഫായിട്ടൊരു സ്പോട്ടിൽ നിർത്തിയിട്ട് നമ്മുടെ ഗൈഡ് കുറച്ച് ആ ഭാഗത്തൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഉടൻ തന്നെ നമ്മുടെ ഗൈഡ് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അതൊരു ടൈഗർ ആയിരുന്നു. ടൈഗറിൻ്റെ പഗ് മാർക്ക് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്തോ കഴിച്ചിട്ട്, എന്തോ ജീവിയെ കൊന്നിട്ട് അതിൻ്റെ ഒരു
കുറച്ച് ഭാഗം അവിടെ കിടപ്പുണ്ട്. അത്തയിലാണ് ഈച്ച പൊതിയുന്നത്. അതിൻ്റെ ബ്ലഡ് പോലും വിട്ട് മാറിയിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് ചുറ്റും നടന്നപ്പോഴത്തേനും ഈ കടുവ കിടന്നിട്ട് എണീറ്റ് പോയ ഒരു ഭാഗം കണ്ടു. അത് ഫ്രഷായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ നെയിലിട്ട് ഉരച്ച പാടുകളും പക്മാർക്കുകളും ഫ്രഷായുള്ള പക്മാർക്കുകളൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും നമുക്ക് ടൈഗറിനെ മിസ്സായി. പക്ഷേ അതിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം സേഫായിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ നോക്കി. പക്ഷേ ഒന്നിനെയും കാണാൻ സാധിച്ചില്ല. ഒരുപക്ഷെ നമ്മളെ കടുവ കണ്ടിട്ടുണ്ടാവാം. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോയി. പക്ഷേ ഈ കടുവ പിടിച്ചതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ കിടപ്പുള്ളൂ. തലയും ബാക്കി ഭാഗങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മളേതായാലും വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് നടക്കുകയാണ്. കടുവ സാധാരണ വാട്ടർ ബോഡിയോട് ചേർന്നായിരിക്കും ഈ ആനിമൽസിനെയൊക്കെ ഭക്ഷിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. നേരത്തെ പണ്ട് ഗൈഡുമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളത്തിലിറങ്ങി കിടക്കും ഇതിൻ്റെ ചൂട് മാറാമെന്നൊക്കെ. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേനും അടുത്ത കുറച്ച് പാർട്സ് കൂടെ കിടക്കുന്നുണ്ട്. അത്തേലും ഇങ്ങനെ ഈച്ച പൊതിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഈ ജീവിനെ കൊന്നിട്ട് അതിനെ വലിച്ചു കൊണ്ട് പോയതാവാനാണ് സാധ്യത. എങ്കിലും അതിൻ്റെ ഫുൾ പാർട്സോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. നമ്മൾ പോകുന്ന പാത്തിലാണ് ഈ സാധനങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ പക്മാർക്കുകൾ കാര്യങ്ങളൊക്കെ കണ്ടു. എന്തായാലും വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മളത് കണ്ടു. പഴയതാണോ? സാമ്പാടി ഇറങ്ങും അല്ലേ? അല്ല, കൊമ്പില്ല. ഇവിടെ ഉണ്ട്. നമ്മുടെ ട്രക്ക് പാത്തിനോട് തന്നെ ചേർന്ന് ഇതിൻ്റെ തല കിടപ്പുണ്ടായിരുന്നു. അത് സാമ്പാടിയറിൻ്റെ ആണോ അതോ ചെറിയ ഗൗറിൻ്റെ കുട്ടീനെ പിടിച്ചാണോ എന്നറിയില്ല. എന്തായാലും കടുവയുടെ നല്ല പ്രസൻസ് ഉള്ളൊരു ഏരിയയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ പോയ വഴിയിലൊക്കെ തന്നെ പക്മാർക്കുകൾ, ഫ്രഷ് ആയിട്ടുള്ള പക്മാർക്കുകൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കതിനെ കാണാൻ സാധിച്ചില്ല. പക്ഷേ അതിൻ്റെ പ്രസൻസ് ഉള്ള ഏരിയ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറച്ച് നേരം എല്ലാവരും ഒന്ന് സ്റ്റക്കായിട്ട് നിന്നു. കാര്യം ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്ലഡ് പോലും വിട്ടുമാറാത്തൊരു സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് മുന്നേ നമ്മൾ ട്രക്ക് ചെയ്യാൻ വന്ന ടൈമിലൊക്കെ ഇതിൻ്റെ എല്ലുകളും കാര്യങ്ങളുമൊക്കെ കുറച്ച് നാൾ മുന്നേ കടിച്ചിട്ടേക്കുന്നത് കണ്ട്. പക്ഷെ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ കണ്ടത്. കടുവയെ സൈറ്റിങ് കിട്ടാത്തതിൻ്റെ ഒരു സങ്കടത്തിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും പതിയെ വിശന്നു തുടങ്ങി. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നമ്മളിപ്പം അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗൈഡ് പറഞ്ഞു അവിടെ ഒരു പാറയുണ്ട്, ആ പാറയുടെ മുകളിലിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് നല്ലൊരു സ്റ്റീപ്പ് ഹൈക്കാണ് വരുന്നത്. പിന്നീട് കൂടുതൽ ആനിമൽസ് ഉള്ള ഒരു ഏരിയയിലേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ച് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ടിന്നിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്താണ് തന്നേക്കുന്നത്. അതിൻ്റെ ഒരു ടൈഗറിൻ്റെ ഒരു പാറ്റേണൊക്കെ ഉള്ള കോട്ടിങ്ങൊക്കെ ഉള്ളൊരു ക്യാനാണ്. അതിനകത്ത് തന്നെ രാവിലത്തെ സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഒരു റൈസ്, കറി കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ഇച്ചിരി വെയിറ്റുള്ള ടിന്നാണ് അതിനകത്ത് വെച്ചേക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ആപ്പിള്, ഓറഞ്ച്, അതുപോലെ തന്നെ ഏത്തപ്പഴം, ഇതൊക്കെ അവർ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കുപ്പി വെള്ളവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നമ്മൾ പതിയെയാണ്, സ്ലോ ആയിട്ടാണ് നമ്മൾ പോയത്. കാര്യം കൂടുതൽ സൈറ്റിങ്ങുകൾ കിട്ടാനും അതുപോലെ തന്നെ കാടറിയാനും ഒക്കെ നല്ല പതിയെ പോയാലേ നമുക്ക് കഴിയുള്ളൂ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്ത ഭാഗം അടുത്ത നമ്മുടെ സെക്കൻഡ് പാർട്ടിലാണ്. ഒരുപാട് സൈറ്റിങ്ങുകളുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല വീഡിയോസ് ഇനിയും വരാൻ കിടപ്പുണ്ട്. നല്ല നല്ല സൈറ്റിംഗ് ഉണ്ട്, നല്ല ലാൻഡ്സ്കേപ്പുകളുണ്ട്. ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കിട്ടിയൊരു അടിപൊളി ട്രക്കായിരുന്നു. അപ്പം അടുത്ത ആഴ്ചത്തെ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കി പാർട്ടുമായിട്ട് കാണാം. ഗുഡ് ബൈ.